ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിലെ വീഡിയോകളാണ് നമ്മൾ കണ്ടുവരുന്നത്. 1ാമത്തെ പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 2ാമത്തെ പാർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സേവ് ചെയ്ത ഫയലിനെ ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിക്കാം, ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാം കേട്ടോ. ഫയലിൽ അല്ലെങ്കിൽ ഹോമിൽ കേട്ടോ. സ്റ്റുഡൻസ് വർക്ക്സ് 9 എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഓപ്പൺ ചെയ്തു. അതിൽ ആക്ടിവിറ്റി 2 എന്ന പേരിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് വെച്ചത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഹെഡിങ് 1ഉം ഹെഡിങ് 2, പ്രധാന ഹെഡിങ്ങിനെ ഹെഡിങ് 1 ആക്കി, സബ് ഹെഡിങ്ങിനെ ഹെഡിങ് 2 ആക്കി അതിനെ മോഡിഫൈ ചെയ്തൊക്കെ വെച്ചു അല്ലേ. ഇനി നമുക്ക് നമ്മുടേതായ ഡിസൈൻ നൽകാൻ പുതിയ സ്റ്റൈലുകൾ നിർമ്മിക്കണം അല്ലേ. അതിനുള്ള സംവിധാനങ്ങളും നമ്മുടെ ലിബ്രോഫീസ് റൈറ്ററിലുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രധാന ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് 1 ആക്കിയ മോഡിഫൈ ചെയ്ത് വെച്ച് ഇതിനൊരു പുതിയ സ്റ്റൈൽ കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനൊരു പുതിയ സ്റ്റൈൽ കൊടുക്കാൻ കേട്ടോ. ഹെഡിങ് 1 ആണ്. ഇവിടെ ഹെഡിങ് 1 വെച്ചിട്ട് ഹെഡിങ് 1 ആ സ്റ്റൈൽ വരേണ്ടത്. നമ്മൾ കൊടുക്കുന്ന കളറും സൈസും ഒക്കെ ഈ ഹെഡിങ് പ്രധാനമായിട്ടുള്ള എല്ലാ ഹെഡിങ്ങുകൾക്കും വരണം. അതിന് വേണ്ടി ന്യൂ സ്റ്റൈൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ് 1 വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോഡിഫൈ കാണാം, ന്യൂ കാണാം. പുതിയ സ്റ്റൈൽ ആയതുകൊണ്ട് ന്യൂ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ജാലകമാണ് വന്നത്. ചിലപ്പോൾ നിങ്ങൾ തുറന്ന് വന്ന ഉടനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും ടെക്സ്റ്റ്, ഇതിലൊക്കെ ആവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റൈൽ നിർമ്മിക്കണമെങ്കിൽ ആ പുതിയ സ്റ്റൈലിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. എക്സാമിന് ചിലപ്പോൾ നിങ്ങളുടെ പുതിയ ഇന്ന പേരിൽ ഇന്ന പുതിയ സ്റ്റൈൽ നിർമ്മിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പുതിയ സ്റ്റൈൽ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ആ സ്റ്റൈലിൻ്റെ പേര് നൽകണം അല്ലേ. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഓർഗനൈസറിൽ ക്ലിക്ക് ചെയ്യണം, ഓർമ്മിക്കണം കേട്ടോ. ഓർഗനൈസറിൽ ക്ലിക്ക് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓർഗനൈസർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് പുതിയ സ്റ്റൈലിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. നെയിം എന്ന ഭാഗത്തുള്ളതിനെ മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുതിയ സ്റ്റൈലിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് പുതിയ സ്റ്റൈലിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അതന്നെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് മൈ സ്റ്റൈൽ എന്നാണ് കേട്ടോ. ഞാൻ എൻ്റേതായ രൂപത്തിലൊരു സ്റ്റൈൽ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തു നോക്കി. എന്നിട്ട് എക്സാമിന് മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്താണോ പറയുന്നത് നോക്കുക, അതിനനുസരിച്ച് ചെയ്യട്ടോ. ഞാൻ മൈ സ്റ്റൈൽ എന്ന് കൊടുത്തു. നോക്കണേ. ഇനി ഇതിന് ഞാൻ കൊടുക്കുന്ന ആ പുതിയ സ്റ്റൈലിന് എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കണം. ഫോണ്ടിലൊന്ന് പോയി നോക്കുക. ഫോണ്ടിൽ നമ്മൾ ഹെഡിങ് 1 കഴിഞ്ഞ ക്ലാസ്സിൽ CTL ഫോണ്ട് മലയാള ലിപി അല്ലേ. ആ മലയാള ലിപിക്ക് ഫാമിലി ഒരു ചിലങ്ക എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈൽ ബോൾഡ് ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്. സൈസ് 24 ആക്കിയിട്ടുണ്ട് മലയാളം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചിലങ്ക തന്നെ നിൽക്കട്ടെ. ബോൾഡ് ഇറ്റാലിക് തന്നെ മതി. ആ ബോൾഡ് ഇറ്റാലിക് ബോൾഡാണ് വേണ്ടത് വെച്ചാൽ ബോൾഡാക്കി കൊടുക്കാം. എന്നാൽ ബോൾഡിലൊന്ന് ക്ലിക്ക് ചെയ്യാം അല്ലേ. ഇവിടെ സൈസ് നമുക്ക് 24 ഞാനൊരു 26 ആക്കി കൊടുത്തു. അപ്പോൾ ഈ ഫോണ്ടിൽ ഇത്രയും മാറ്റങ്ങളാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഇനി ഫോണ്ട് എഫക്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഫോണ്ട് കളർ ഇവിടെ ഞാനൊരു പിങ്ക് കളർ കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ബോർഡറും ഏരിയയും ബാക്ക്ഗ്രൗണ്ടും കൊടുത്തു നോക്കാം അല്ലേ. ബോർഡർ നൽകാൻ വേണ്ടിയിട്ട് നോക്കണേതാ ബോർഡേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന ഭാഗത്ത് 3-4 ചെറിയ കള്ളികൾ ഇങ്ങനെ കാണാം അല്ലേ. ഫസ്റ്റത്തേന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് പോണതെങ്കിൽ നമുക്ക് ബോർഡർ കിട്ടില്ല. കാരണം നോ ബോർഡറാണ് കാണിച്ചിരുന്നത്. ഓരോന്നിലും മൗസ് പോയിൻ്റർ എത്തിക്കുമ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് ഇവിടെ കാണിച്ചു തരും കേട്ടോ. നമുക്കിപ്പോൾ വേണ്ടത് 4 ഭാഗത്തും ബോർഡർ വരണം. അതിനുവേണ്ടി ഓൾ 4 ബോർഡേഴ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി ആ ബോർഡറിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കുക. ലൈൻ ഇവിടെ സ്റ്റൈൽ എങ്ങനെയുള്ളതാണെന്നാണ് ചോദിച്ചത്. ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്നൊരു മാതൃക നമ്മൾ തിരഞ്ഞെടുക്കുക. ആ ബോർഡറിൻ്റെ കളറും നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കുക. ഞാനൊരു ഗ്രീൻ കളർ കൊടുത്തു. മോഡൽ നിങ്ങൾക്ക് കാണിച്ചെന്നുണ്ടെങ്കിൽ അതേപോലെ ആക്കട്ടെ. അല്ല ക്വസ്റ്റ്യൻ ഇന്ന മാതിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. വിടുത്ത് നമുക്ക് എന്ത് ചെയ്യാം. വിടുത്ത് ഞാനിപ്പോൾ 2.25 നിങ്ങൾക്ക് എത്രയാണോ പറഞ്ഞത് അതാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫസ്റ്റ് കേട്ടോ. അത്രയും ഞാൻ കൊടുത്തു. എനിക്ക് തോന്നുകയാണ് ഇതിനൊരു ഏരിയ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ നൽകണം. അപ്പോൾ ഞാൻ ഏരിയയിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ മനോഹരാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർന്ന് എടുത്താൽ മതി. അതല്ല എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മനോഹാരിത വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇവിടെ ഈ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിലൊന്ന് സെലക്ട് ചെയ്യാം. ആ കളറൊന്ന് നമ്മൾ സെലക്ട് ചെയ്തു. നോക്കണേ, നമുക്ക് ഇപ്പം നേരത്തെ നമ്മൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞു. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പോയത്. ഇതൊന്ന് സെലക്ട് ചെയ്തെടുത്തു. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി വേണമെന്ന് തോന്നി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാൻ വേണ്ടി ഏരിയയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇതിപ്പോൾ നല്ല ഭംഗിയിലൊരു കളർ ഇട്ടുന്നുള്ളൂ. അപ്പം ഇങ്ങനെയൊന്നും എന്തായാലും എക്സാമിന് പറയലുണ്ടാവില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇതൊന്നൊന്ന് കൊടുക്കട്ടെ, സെലക്ട് ചെയ്തെടുക്കാം. വേറെ നോക്കിയതാ ഇമേജ് ഇങ്ങനെ കാണാം. ഇങ്ങനെ പല രീതിയിലുള്ള കളറുകളൊക്കെ കാണാം. അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈറ്റ് കളർ കൊടുക്കുക. ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ, ഇനി മാതൃകയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറാക്കി കൊടുക്കുക. ഞാൻ ഈ കളർ കൊടുത്തു. ഓക്കെ, അപ്ലൈ, ഓക്കെ ക്ലിക്ക് ചെയ്തു. അത്രയും മാറ്റങ്ങൾ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റൈലിൻ്റെ പേര്, ഈ സ്റ്റൈൽസ് ബോക്സിൻ്റെ താഴെ നമ്മൾ മൈ സ്റ്റൈൽ ഉണ്ടാക്കിയത് ഇവിടെ വന്നു അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇതിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ കളർ ഫുള്ള് ഇവിടെ വന്നു. ഇനി നമുക്ക് നേരത്തെ 2-3 രീതികൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇനി അടുത്ത രീതി നമുക്ക് പെട്ടെന്ന് ഇത് മൊത്തത്തിൽ കിട്ടാൻ, പിന്നെ നമുക്ക് ക്ലോൺ ഫോർമാറ്റിൻ്റെ ടൂൾ ഉപയോഗിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രയാസമാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പുതിയ സ്റ്റൈലിൻ്റെ പേരിൽ വെച്ച് ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി കേട്ടോ. ഇനി നോക്കാം. ഇനി ഞാൻ എളുപ്പത്തിൽ കൊടുക്കുന്നൊരു മാർഗം പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. ആദ്യം 1ാമത്തെ പ്രധാന ഹെഡിങ്ങിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തു. പിടുത്തം വിടരുതേ. പിടുത്തം വിടാതെ നമ്മൾ പ്രധാന ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ട എല്ലാ പുതിയ സ്റ്റൈൽ വരേണ്ട എല്ലാ പ്രധാന ഹെഡിങ്ങുകളും ഇങ്ങനെ സെലക്ട് കൊടുക്കുക. പിടുത്തം വിടാതെ സെലക്ട് ചെയ്യുക. നമ്മളെ കയ്യിൽ സെലക്ഷൻ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനും പുതിയ സ്റ്റൈലായിട്ട് മാറും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പം കൺട്രോൾ കീ പ്രസ് ചെയ്യാനും പിടുത്തം വിടാതെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കാം. ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ഈ മൈ സ്റ്റൈൽ എന്നാണ് നമ്മൾ പുതിയ സ്റ്റൈലിൻ്റെ പേര് കൊടുത്തത്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക്. ഓക്കെ, സെറ്റായില്ലേ? പുതിയ സ്റ്റൈൽ എങ്ങനെയാണ്, ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു പുതിയ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞു. ക്ലിയർ ആയില്ലേ അല്ലേ? അതിനപ്പം നമ്മൾ ആ പ്രധാന ഹെഡിങ്ങിനൊക്കെ എന്താണ് നമുക്ക് അതാത് രീതിയിൽ വന്നു കഴിഞ്ഞു. ഇതാ പുതിയ സ്റ്റൈൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിൽ എന്താ പറയുക, നിങ്ങൾ ചില ലേഖനങ്ങളോ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു സൂചനകൾ തന്നതായിട്ട് കാണാം അല്ലേ. അതായത് സൂചനകൾ നിങ്ങൾക്ക് തന്നതായിട്ട് കാണാം. ആ സൂചനകൾ എങ്ങനെയാണ് നമ്മൾ ഫുട് നോട്ട് വഴി ഉപയോഗിക്കുക. ചില പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും പേജുകൾക്ക് താഴെ അല്ലെങ്കിൽ ഏറ്റവും അവസാനം സൂചനകളോ വിശദീകരണങ്ങളോ തന്നതായിട്ട് കാണാം. അപ്പോൾ ഡോക്യുമെൻറ്റിലെ ചില പദങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന സാങ്കേതമാണ് ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കുക അതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതി ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിക്കണേ. അപ്പോൾ പേജുകൾക്ക് താഴെ സൂചനകൾ നൽകണം. അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നമ്മൾ സൂചനകൾ കൊടുക്കേണ്ട പദം ഏതാണെന്ന് നോക്കുക കേട്ടോ. ഞാനിവിടെ ഫോക്കുലർ എന്നത് ആ ഭാഗം തൊട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പോകുന്ന മെനു നോക്കണേ. ഇൻസേർട്ടിൽ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ടിൽ ഫുട് നോട്ട് ഏറ്റവും താഴെയാണ് വരേണ്ടത് വെച്ചാൽ നിങ്ങൾ എൻഡ് നോട്ട് ഉപയോഗിക്കണം. ഞാൻ പേജിൻ്റെ താഴെയാണ്. അപ്പോൾ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ടിൽ ഫുട് നോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കി ഇവിടെ 1 എന്ന് വന്നു, ഒരു വര വന്നിട്ട് അതിൻ്റെ താഴെ 1 എന്ന് വന്നു അല്ലേ. ഇനി നമുക്കിവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള കാര്യങ്ങൾ സെറ്റാക്കി നിങ്ങളെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് അല്ലേ. ഹോമിൽ പോയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടി ആദ്യം നമ്മൾ ഹോമിൽ പോവുക, ഫയൽ ഓപ്പൺ കൊടുക്കുക. ഹോമിൽ
സ്കൂൾ റിസോഴ്സിലെ ക്ലാസ് 9 ഇതാ ഫുട് നോട്ട്. ഈ ഫയൽ തുറക്കുക. ആ ഫയൽ തുറന്നിട്ട് നമുക്ക് ഏത് വരെ വേണം അതുവരെ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് കൊടുത്തിട്ട് എഡിറ്റിൽ പോയിട്ട് കോപ്പി എടുക്കുക. എഡിറ്റിൽ കോപ്പി എടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 1 എഴുതിയ താഴെ അതിൻ്റെ സൂചന വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താണ് വേണം, ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഹാൻഡ് നോട്ടാണെന്ന് വെച്ചാൽ താഴെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്ത എന്താണ് വേണ്ടത് നോക്കുക. കുമ്മാട്ടിക്കളി ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മൗസ് പോയിൻ്റർ എത്തിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇൻസേർട്ടിൽ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ടിൽ ഫുട് നോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഏത് ഫയലാണോ വേണ്ടത് അതിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവയ്ക്കണം. കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഫയൽ ഓപ്പൺ, ഹോമിൽ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 9 ഫുട് നോട്ട്. ഇതാ നമുക്ക് ഏതാണ്, നമുക്ക് ഇവിടെ നിന്ന് ഏത് വരെ വേണ്ടതെന്ന് നോക്കിയിട്ട് അതുവരെ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് എഡിറ്റിൽ കോപ്പി എടുത്തിട്ട് ഈ ഫയലൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എഡിറ്റിൽ പേസ്റ്റ്. അത് 2ാമത്തെ സൂചനയും വന്നു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്. ഇനി നമുക്കിതിനെ ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം. ശ്രദ്ധിക്കണേ, ഇതാ ഉള്ളടക്ക പട്ടിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് പുതിയൊരു പേജ് കൊണ്ടുവരാനൊന്നും പറയില്ല. ചിലപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക എന്നാണ് പറയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എടുത്താൽ മതി. വേണമെങ്കിൽ ആൻഡ്രോയിഡ്സ് ഒന്നുകൂടെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്കൊരു പേജ് എടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു പേജ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഉള്ളടക്ക പട്ടിക തയ്യാറാണ്. ഇൻഡെക്സ് ടേബിൾ. എന്താണ് ഈ ഉള്ളടക്ക പട്ടിക എന്ന് പറഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ തുടക്കം ഫസ്റ്റിൽ തന്നെ നമുക്ക് ആ ടെക്സ്റ്റിൽ എത്ര പാഠങ്ങൾ അടങ്ങിയിട്ടിട്ട് പാഠത്തിൻ്റെ പേരും ഉള്ളടക്കമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അതാണ് ഉള്ളടക്ക പട്ടിക അല്ലേ? അപ്പോൾ ഈ ലേഖനത്തിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്ക പട്ടിക കിട്ടണം. അതിന് വേണ്ടിയിട്ട് പുതിയൊരു പേജ് കൊണ്ടുവരണമെങ്കിൽ നോക്കാം, പുതിയ പേജ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കണേ. ഇൻസേർട്ടിൽ പേജ് ബ്രേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക്. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പേജ് വന്നു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിൽ ചെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളടക്ക പട്ടിക നമുക്ക് കൊണ്ടുവരേണ്ട രീതി ഒന്ന് നോക്കുക. ഇതാ ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സ് ബിബിയോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ഒരു പേജ് കൊണ്ടുവന്നിട്ട് ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എടുത്ത് പേജ് കൊണ്ടുവന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് എന്ന മെനുവിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓഫ് ബിബിയോഗ്രഫി ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണിച്ചതെന്ന് കൊടുക്കട്ടെ. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ടൈറ്റിൽ എന്ന ഭാഗത്ത് എന്തെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ പേര് കൊടുക്കുക. ഇപ്പം നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് തന്നെ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഉള്ളടക്ക പട്ടിക ഇവിടെ വന്നു കഴിഞ്ഞു. കണ്ടില്ലേ? ഏറ്റവും മുകളിലായിട്ട് ഉള്ളടക്ക പട്ടിക വന്നു. ഇനി നമുക്കിതിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകണം അല്ലേ? അപ്പോൾ അതിൽ നിൽക്കൊരു ഹെഡറും ഫൂട്ടറും. ഏറ്റവും മുകളിലായിട്ട് ഹെഡർ ടൈപ്പ് ചെയ്യണം, താഴെയായിട്ട് ഫൂട്ടർ ടൈപ്പ് ചെയ്യണം. അതിനെന്താ വേണ്ടതെന്ന് നോക്കുക നമ്മൾ. അപ്പോൾ ഹെഡറും ഫൂട്ടറും വേണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഫോർമാറ്റ് എന്ന മെനുവിലാണ് പോകേണ്ടത്. ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിൽ പോവുക. ഹെഡർ എടുക്കാനായിട്ടോ, ഹെഡർ ടൈപ്പ് ചെയ്യാനോ ഫൂട്ടർ ടൈപ്പ് ചെയ്യാനോ അഥവാ പരീക്ഷയ്ക്ക് പറയുകയാണെങ്കിൽ ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിൽ പോവുക. ഹെഡറാണ് പറഞ്ഞതെങ്കിൽ ഹെഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഹെഡർ കണ്ടില്ലേ? ഇനി അഥവാ ഫൂട്ടറാണ് പറയുന്നതെങ്കിലോ ഏറ്റവും താഴെയാണ് നമുക്ക് ഹെഡറും ഫൂട്ടറും അല്ലേ? ഹെഡർ വന്നു കഴിഞ്ഞു. മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഹെഡർ വന്നിട്ടുണ്ടാവും. കണ്ടോ? ഓരോ പേജിൻ്റെ മുകൾ ഭാഗത്തും ഹെഡറിന്. ഫൂട്ടറാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫൂട്ടർ താഴെ എവിടെയാണോ ഫൂട്ടറാണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് നേരത്തെ പോയ അതേ രീതിയിൽ തന്നെ ഫോർമാറ്റിൽ പോകണം. ഫോർമാറ്റിൽ
പേജ് സ്റ്റൈലാണ്. ആ ഓരോ മാർഗ്ഗങ്ങളും നിങ്ങൾ എഴുതി വെച്ചോളണം കേട്ടോ മക്കളെ. ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിൽ അല്ലേ. ഫൂട്ടറാണ് വേണിച്ചാൽ ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഫൂട്ടറിന് വേണ്ട ഭാഗത്ത് ടിക്ക് ഇടുക, ഓക്കെ കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ശ്രദ്ധിക്കാം, ഇനി നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകണം. ആ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ. ഇതിന് മൊത്തമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാൻ വേണ്ടി അതിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്യാം. ഇനി എന്താ വേണ്ടത്? ഫോർമാറ്റ് എന്ന മെനുവിലാണ്. ഈ മെനു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിലാണ് പോവേണ്ടത്. ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും ബോർഡർ കൊടുക്കാനൊക്കെ. അതുപോലെ തന്നെയാണ് പേജ് സ്റ്റൈലിൽ പോയിട്ട് ഏരിയ എടുക്കുക. ഏരിയയിൽ നമുക്ക് ആവശ്യമുള്ളൊരു കളർ, ലൈറ്റ് കളർ കൊടുത്തോളാം. ഏതെങ്കിലും ഒരു കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ കൊടുക്കേണ്ട രീതിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കളർ കൊടുത്ത് നോക്കുക. ഈ ഒരു കളർ കൊടുത്തിട്ട് ഞാൻ ഓക്കെ അടിച്ചു. യെസ്, നോക്കണേ, ഇതാ മൊത്തമായിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ലൈറ്റ് കളറുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിന് മൊത്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഉള്ളടക്കപ്പട്ടികയ്ക്ക് വരെ ബാക്ക്ഗ്രൗണ്ട്, എല്ലാത്തിനും മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് മൊത്തത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഈ കളറാണ്. അപ്പോൾ ഏത് കളർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സാധാ ഇതിന് സേവ് ചെയ്യണം. ഞാനിപ്പോൾ സാധാ രീതിയിൽ ആദ്യം നമ്മളെ സേവ് ചെയ്ത ഫയലിനെ വീണ്ടും സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സിലൊന്നും പോകണ്ട. ആദ്യം സേവ് ചെയ്ത് വെച്ച ഫയലായതുകൊണ്ട് ഫയൽ സേവ് ക്ലിക്ക് ചെയ്താൽ മതി. ഫയൽ സേവ്. ഇനിയിപ്പോൾ ഈ രീതിയിലല്ല, നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് PDF ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചോളണേ. നോക്കേ, ഫയൽ എക്സ്പോർട്ടിലാണ് ക്ലിക്ക് ചെയ്യണം. എക്സാമിനേറിൽ PDF ആയിട്ട് സേവ് ചെയ്യാണ് പറയുക കേട്ടോ. എക്സ്പോർട്ട് ആസ്, ഫയൽ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ആസിൽ പോയിട്ട് ഇവിടെ ഒരു എക്സ്പോർട്ട് കണ്ടാൽ അതിൽ ക്ലിക്ക് ചെയ്യരുത്. എക്സ്പോർട്ട് ആസിൽ എക്സ്പോർട്ട് ആസ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഓർമ്മിക്കണേ മക്കളെ, എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. ഫയൽ എക്സ്പോർട്ട് എടുക്കും. നമുക്ക് PDF ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എക്സ്പോർട്ട് ആസിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കരുത്. വേഗം നമ്മളെ എക്സ്പോർട്ടിലേക്ക് പോവുക. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫയലിനെ നമ്മൾ ആദ്യം കൊടുത്ത ആക്ടിവിറ്റി 2 ഉണ്ട്. എക്സാമിന് ചിലപ്പോൾ ആക്ടിവിറ്റി 2 എന്നല്ല പറയുക. എക്സാമിന് എന്താണോ പറയുന്നത് അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു തരാനുള്ളത്. അപ്പം നമ്മൾ എന്താ പറയുക, ഇന്നെടുത്ത കാര്യത്തിലേക്കൊന്ന് പോവാം നമുക്ക് അല്ലേ. ഇന്ന് നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെച്ച ഫയലിനെ ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നു അല്ലേ. നമ്മുടേതായ രീതിയിൽ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നു. ആ പുതിയ സ്റ്റൈൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. പിന്നെ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്, അതായത് സൂചനകളൊക്കെ വിശദീകരണങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ ഒരു ഇൻഡെക്സ് ടേബിൾ, ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുന്ന രീതി. പിന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ അല്ലേ. ഹെഡർ ടൈപ്പ് ചെയ്യാനും ഫൂട്ടർ ടൈപ്പ് ചെയ്യാനും. പിന്നെ നിങ്ങൾ എന്താ പഠിച്ചത്? ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പഠിച്ചു അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഏത് രീതിയിലാണോ പോകുക എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. മുന്നേ ചെറിയ ഹെഡിങ്ങിന് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടും ബോർഡറും പറഞ്ഞു തന്നിരുന്നു. ബോർഡറും അതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുക. സാധാ സേവ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്കറിയാം PDF ആയിട്ട് സേവ് ചെയ്യാനും പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയോ, സെറ്റായോ? ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് പാഠത്തിലേക്കാണ് പോവുക. ഇത്രയും പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ
അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണേ. ഓക്കെ, താങ്ക് യു.